ചേച്ചിനെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ അങ്ങനെ ചെയ്താലും എനിക്ക് പ്രശ്നമില്ല. രണ്ടും കൽപ്പിച്ചിരിക്കുന്ന ആളാ ഞാൻ. അതുകൊണ്ടായിരിക്കും ചിലപ്പോ ഇപ്പൊ സിനിമകൾ ഇല്ലാത്തത്. ഒരിക്കലും അല്ല. കുടുംബിനി അല്ലെങ്കിൽ പോവില്ലേ? എവിടെ പോണു? അത് മനസ്സിലാക്കാൻ വിവരമുള്ള ആൾക്കാരാണ് ഈ സമൂഹത്തിലുള്ളത്. മനസ്സിലാക്കുക കേട്ടോ. ഇനി ചോദിക്കുമ്പോ അങ്ങനെയുള്ള ചോദ്യങ്ങൾ കുറച്ചും കൂടെ എന്റെ അടുത്ത് സംസാരിക്കുമ്പോ കുറച്ച് അറിവ് വെച്ചിട്ട് സംസാരിക്കാം. അപ്പൊ അഭിനയിക്കാൻ ഏത് റോൾ കിട്ടിയാലും ഞാൻ പിന്നെ എന്റെ ജോലി അഭിനയല്ലേ. പിന്നെ അതേപോലെ ഷക്കീല അവരൊക്കെ അഭിനയിക്കുന്ന റോൾ അത് എന്റെ ഇഷ്ടമല്ലേ. അതുപോലത്തെ റോള് എനിക്ക് എന്റെ വീടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ അഭിനയിക്കാറ്. എനിക്ക് അങ്ങനത്തെ റോള് കിട്ടി അഭിനയിക്കേണ്ട രീതി ചിലപ്പോൾ അതിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ നല്ല റോള് വേറെ ഞാൻ ചെയ്തിരിക്കും. എന്റെ ജോലി അഭിനയം. ചേച്ചിയുടെ കുടുംബിനി അല്ലെങ്കിൽ പോവില്ലേ? എവിടെ പോണു? അത് മനസ്സിലാക്കാൻ വിവരമുള്ള ആൾക്കാരാണ് ഈ സമൂഹത്തിലുള്ളത്. അഭിനയം വേറെ. എത്രയോ പേര് എത്രയോ നല്ല റോൾസ് അഭിനയിച്ചിട്ടുണ്ട്. ഈ വന്നിരിക്കുന്ന എത്രയോ നടികൾ എന്തെല്ലാം റോള് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്നതല്ല ലൈഫ്. ജോലിയായിട്ട് കാണണം. മനസ്സിലായോ? അഭിനയം എന്ന് പറഞ്ഞാൽ ജോലിയാ, അല്ലാണ്ട് അത് കുടുംബത്തിലേക്ക് എടുക്കുകയല്ല. കുടുംബത്തിൽ കുലസ്ത്രീയും പിന്നെ സാരി എടുത്ത് കിടക്കുന്ന പെണ്ണ് എന്ന് പറയുന്നത് ഞാൻ ഒരു കാര്യം ചെയ്യാം. രംഗീലയില് ഊർമിള ചെയ്ത പോലത്തെ കുഞ്ഞുടുപ്പൊക്കെ ഇട്ട് അഭിനയിക്കാൻ ഞാൻ പോകുന്നുണ്ടോ? എന്റെ ശരീരത്തിന് ഞാൻ ചെയ്യില്ല. കാരണം എന്റെ ശരീരത്തിന് ചേർന്ന് എന്റെ കുടുംബത്തില് എല്ലാവർക്കും ഇരുന്ന് കാണാൻ പറ്റിയ റോളൊക്കെ ഞാൻ തിരഞ്ഞെടുക്കാറുള്ളൂ. എനിക്ക് പറ്റാത്ത റോളാണ് അയ്യോ അത് ബുദ്ധിമുട്ടാണെന്ന് പറയാനുള്ള തന്നോട് എനിക്കുണ്ട്. ഞാൻ അങ്ങനെ പോയിട്ടുള്ളൂ. പിന്നെ ഒരു റോൾ ഇപ്പൊ പഞ്ചവർണം, ഞാൻ ആ ഒരു പഞ്ചവർണം എന്നുള്ള ക്യാരക്ടർ തിളക്കത്തിൽ ചെയ്തിട്ടുണ്ട്. മുണ്ടും ബ്ലൗസ് ഇട്ട് അഭിനയിച്ചിട്ടുണ്ട്. അത് കുറച്ച് ഓവറായിട്ട് വൾഗറായിട്ടാ ചെയ്യണമെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറയാൻ എനിക്കറിഞ്ഞൂടെ. ഇപ്പൊ ഇവിടെ ഇന്റർവ്യൂ ചെയ്യാനിരിക്കുന്നുണ്ട്, നമുക്ക് വേറെ എന്തെങ്കിലും വൃത്തികേടോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നാൽ എഴുന്നേറ്റ് പോയില്ലേ? കേട്ടോണ്ടിരിക്കുവോ? ഒരാൾ ഇവിടെ വന്നിരുന്ന് ഇന്റർവ്യൂവിന് ഒരാണ് വന്നിരിക്കുക, ഞാൻ തിരിച്ചു ചോദിക്കുക. ഒരാണ് ഇവിടെ വന്നിരിക്കുമ്പോൾ ആ ആണ് മോശമായിട്ട് നിന്റെ മോളുടെ മുഖത്തേക്ക് വല്ലതും കാണിച്ച് എന്ത് ചെയ്യും? ജോലിയാണത്. മനസ്സിലാക്കുക കേട്ടോ. ഇനി ചോദിക്കുമ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ കുറച്ചും കൂടെ എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ കുറച്ച് അറിവ് വെച്ചിട്ട് സംസാരിക്കണം. തിരിച്ചു ചോദിച്ച് മനസ്സിലായല്ലോ. ഇന്റർവ്യൂ ചെയ്യുന്ന പുരുഷൻ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുമ്പോൾ ആ പുരുഷൻ വൃത്തികേട് എന്തെങ്കിലും കാണിച്ച് പ്രതികരിക്കുവോ? പ്രതികരിക്കും. അപ്പൊ ഇത് ജോലിയാണ് നമ്മുടെ. പ്രതികരിക്കണം. അതന്നെ ഞാനും എൻ്റെ ഫീൽഡിലും ചെയ്യുക. അഭിനയം ജോലിയാ. അങ്ങനെ കണ്ട ആളാണ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോ ഇപ്പൊ സിനിമകൾ ഇല്ലാത്തത്. ഒരിക്കലും അല്ല. അതുകൊണ്ടൊന്നുമല്ല. അത് ആർക്കുണ്ട് വേറെ സിനിമകളൊന്നും എടുത്ത് പറയാമോ? എന്താ അങ്ങനത്തെ റോള് മാത്രമേ സിനിമയിലും ഉള്ളൂ? അത് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എത്രയോ നല്ല റോളുകൾ ചെയ്ത് തെളിയിച്ചിട്ടുണ്ട്. അങ്ങനത്തെ റോളുകൾ മാത്രമല്ലല്ലോ ഞാൻ ചെയ്യണത്. എത്രയോ നല്ല റോളുകൾ, എത്ര നല്ല പടങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സിനിമയില്ലെന്നൊന്നും. സിനിമ ഇല്ലാത്തതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളൊക്കെ ന്യൂ ജനറേഷനാ. ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്ത് സംഭവം ഉണ്ടെങ്കിലും പ്രതികരിക്കുക. ജോലിയിൽ ഉണ്ടാവുന്ന അനുഭവങ്ങൾ വെച്ച് ഇയാൾ അങ്ങനെ ചെയ്യുമോ? ഇപ്പൊ ഞാൻ ഒരു ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുരുഷൻ നേരെ വന്നു കഴിഞ്ഞിട്ട് അയാൾ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പറയണ പോലെ അങ്ങ് ചെയ്യുമോ? ഒരിക്കലും. പിന്നെ താൻ എന്ത് ചോദ്യമാണോ എൻ്റെ അടുത്ത് മണ്ടത്തരം ചോദിക്കണിരുന്നുണ്ട്? ഞാൻ അഭിനയിച്ച റോള് ജീവിതത്തിലോട്ട് വന്ന് ഞാനൊരു സ്ത്രീയല്ലേ ചെയ്യോ എന്നൊക്കെ ചോദിച്ചാൽ എന്താ അതിനർത്ഥം പറഞ്ഞത്? ഇതുപോലെയുള്ള അത്രയും നിലപാടുകൾ പറഞ്ഞ് ഞാൻ ഒരു സ്ത്രീ, അതും എൻ്റെ ജോലി സംബന്ധമായ അഭിനയമായിട്ട് യാതൊരു ബന്ധമില്ല. എൻ്റെ കുടുംബത്തിൽ അയ്യേ എന്ന് പറയാത്ത രീതിയിൽ എനിക്ക് മോൻ വളർന്നു വരുന്നുണ്ട്. നാളെ ഞാനൊരു അമ്മയാണ്. അതിന് പറ്റിയ റോളുകൾ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ ചെയ്യും. പിന്നെ എനിക്ക് പറ്റാത്ത റോള് ഞാൻ ചെയ്യാതിരിക്കും. അതെൻ്റെ നിലപാടാണ്. അല്ലേ? ഇപ്പൊ ഇവിടെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഞാൻ ഇത് ഇന്റർവ്യൂ ജോലിയായിട്ടല്ലേ ചെയ്യണത്? പാഷനല്ലോ. സാലറി കിട്ടുന്നില്ലേ? ഇല്ലേ? ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന ഒരു പുരുഷൻ വന്ന് ഇന്റർവ്യൂ ചെയ്യണ സമയത്ത് വേറെ എന്തെങ്കിലും സംസാരിച്ചാൽ എന്ത് ചെയ്യും? ഇയാളുടെ അടുത്ത് എനിക്ക് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് തുറന്നു പറയില്ലേ? അതൊക്കെ തന്നെയാണ് ഞങ്ങളും ചെയ്യുന്നത്. അത് മനസ്സിലാക്കിയിട്ട് സംസാരിക്കണം. റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ചേച്ചി ഇന്ന പടത്തിൽ ഇതുപോലെ ചെയ്തില്ല, ചേച്ചി വീട്ടിൽ നിന്ന് ഇങ്ങനെയാണോ, ചേച്ചി ഇന്ന പോലെ പെണ്ണാണെന്ന് ചോദിക്കാൻ നിൽക്കണം. നിങ്ങൾ ആളായിട്ടില്ല. ഒരാളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി വിട്ടിട്ടേ ഉള്ളൂ. കഴിഞ്ഞ ഇന്റർവ്യൂവില് നല്ലത് കൊടുത്തിട്ടുണ്ട്. എനിക്കിനി വയ്യ. ഞാൻ ഇങ്ങനത്തെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാറില്ല. ചേച്ചിനെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ അങ്ങനെ ചെയ്താലും എനിക്ക് പ്രശ്നമില്ല. രണ്ടും കൽപ്പിച്ചിരിക്കുന്ന ആളാ ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത ആളാണ്. പക്ഷെ ചെയ്യിപ്പിക്കരുത് നമ്മളെ കൊണ്ട് വിളിച്ചിരുത്തി. അത് നിങ്ങൾ കുറേ, ഞാൻ മോളെ കുറ്റം പറയല്ല കേട്ടോ, കുറേ പേരൊരു വിചാരമുണ്ട് ഇതൊക്കെ പ്ലാൻ ചെയ്ത് റീച്ച് കിട്ടാൻ വേണ്ടി. ഞാൻ ഒരു ഇന്റർവ്യൂവിലും പ്ലാൻ ചെയ്ത് റീച്ച് കിട്ടാൻ വേണ്ടി വന്നിരിക്കുന്ന ആളല്ല. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇപ്പൊ ദൈവം സഹായിച്ചിട്ടില്ല. നല്ല കാര്യങ്ങൾ ചോദിച്ചാൽ നല്ല മറുപടി പറയും. അപ്പൊ ചേച്ചി ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ നല്ല രീതിക്ക് എടുത്ത ഇന്റർവ്യൂ കുറച്ച് ഇമോഷണൽ ആയി പോയി. അപ്പൊ ചേച്ചി അമ്മ എന്ന രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള. അപ്പൊ എൻ്റെ അടുത്ത് ഇവൻ കുറച്ച് സമയം സംസാരിച്ചിട്ടുള്ളൂ ഇന്റർവ്യൂവിന്റെ കാര്യത്തിനായാലും. വിളിക്കുമ്പോഴൊക്കെ എന്നെ എപ്പോഴും മോളെ വിളിച്ച് സംസാരിക്കുന്നുള്ളൂ. അപ്പൊ എനിക്ക് അത്രയും പ്രായമായിട്ടുള്ളൂ. ഞാൻ അതെ അമ്മയെ പോലെ തന്നെയാണ്. അത്രയും സ്നേഹത്തോടെ. അപ്പൊ അല്ലാതെ ഒരു രീതിക്ക് ഞാൻ ചേച്ചിനെ അങ്ങനെ വിചാരിച്ചിട്ടില്ല.